പക്ഷെ ഒരു കീ മാൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് കമ്പനിയാണ്. ഒരു അപ് ടു 40 വരെയുള്ള ഒരു എംപ്ലോയി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ 20 ടൈംസ് വരെ നമുക്ക് സം അഷ്യൂർ ചെയ്യാം. ഇൻഷുറൻസ് കമ്പനി ടു കമ്പനി ഇതിൻ്റെ എലിജിബിലിറ്റി മാറാം. ഓക്കെ, കാരണം അത്രയും പോപ്പുലർ, കേരളത്തിലൊന്നും തീരെ അത്രയും പോപ്പുലർ അല്ല കീ മാൻ എന്ന് പറയുകയാണെങ്കിൽ. നമ്മുടെ അടുത്ത് ഒരുപാട് ക്ലയൻസ് ഇപ്പോൾ ചോദിക്കുന്നു ഈ കീമാൻ ഇൻഷുറൻസിനെ പറ്റി. ഇപ്പോൾ റീസെൻ്റ്ലി ആണ് ആളുകൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് തോന്നുന്നു. എന്താണ് സാർ ഈ കീമാൻ ഇൻഷുറൻസ്? കീമാൻ, അതിൽ തന്നെ വാക്കുണ്ട് അല്ലേ, കീമാൻ അല്ലേ. ഒരു പർട്ടിക്കുലർ കമ്പനിയിൽ ഒരു പർട്ടിക്കുലർ വ്യക്തി വളരെ കീ ആയിരിക്കും അല്ലെ, അദ്ദേഹത്തിന് ആ കീമാൻ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു കമ്പനിയുടെ ഡയറക്ടർ ആവാം, ഒരു ഓണർ ആവാം, അല്ലെങ്കിൽ ആ കമ്പനിയുടെ CEO ആവാം, CFO ആവാം, ഒരു പർട്ടിക്കുലർ കീ എംപ്ലോയി, സ്കില്ലുള്ള ഒരു എംപ്ലോയി. ആ ഒരു എംപ്ലോയിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കമ്പനിയിൽ എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിക്കും അല്ലേ. ആ നഷ്ടം ഫുൾഫില്ല് ചെയ്യാനാണ് നമ്മൾ ഈ പറയുന്ന കീമാനിന് വേണ്ടി നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്. ഈ ഇൻഷുറൻസ് എടുക്കുന്നത് എംപ്ലോയറാണ്, കമ്പനിയാണ്. നമ്മൾ നോർമലി ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് വേണ്ടി ഇൻഷുറൻസ് എടുക്കുന്നു. ഇതിൻ്റെ ബെനിഫിഷ്യറി ആരായിരിക്കും? നമ്മുടെ ഫാമിലി ആയിരിക്കും. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഫാമിലി ആയിരിക്കും. പക്ഷെ ഒരു കീ മാൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് കമ്പനിയാണ്. അതാണ് അതിൻ്റെ മേജർ ഡിഫറൻസ് ഉള്ളത്. അപ്പം ഇതിന് എന്തെങ്കിലും എലിജിബിലിറ്റി ക്രൈറ്റീരിയ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇൻഷുറൻസ് കമ്പനി ടു കമ്പനി ഇതിൻ്റെ എലിജിബിലിറ്റി മാറാം. ഓക്കെ, കാരണം അത്രയും പോപ്പുലർ, കേരളത്തിലൊന്നും തീരെ അത്രയും പോപ്പുലർ അല്ല കീ മാൻ എന്ന് പറയുകയാണെങ്കിൽ. ഫോർ എക്സാമ്പിൾ, ഒരു പർട്ടിക്കുലർ കീ എംപ്ലോയി, അദ്ദേഹത്തിൻ്റെ റെമ്യൂണറേഷൻ, അദ്ദേഹത്തിൻ്റെ ഫീസ് നമ്മൾ കൊടുക്കുമല്ലോ, അതിൻ്റെ സാലറി, അതാണ് അതിൻ്റെ കീ ബേസ് കോമ്പോണൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു പർട്ടിക്കുലർ എംപ്ലോയി, ആ എംപ്ലോയിയുടെ സാലറി എന്ന് പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 10 lakhs ആണെന്ന് കൂട്ടിക്കോളൂ. ഓക്കെ, 10 lakhs ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏജിൻ്റെ ബാരിയർ ഉണ്ടാവും അല്ലേ. ഫോർ എക്സാമ്പിൾ വന്നിട്ട് ഒരു അപ് ടു 40 വരെയുള്ള ഒരു എംപ്ലോയി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ 20 ടൈംസ് വരെ നമുക്ക് സം അഷ്യൂർ ചെയ്യാം, ഇൻഷുറൻസ് എടുക്കാം. 41 to 50 ആണെങ്കിൽ 10 ടൈംസ് ഓഫ് സാലറി. 10 ടൈംസ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണെങ്കിൽ CTC ആണ് കേട്ടോ, അതിൻ്റെ 10 ടൈംസ് 1 കോടി വരെ നമുക്ക് ഇൻഷുറൻസ് എടുക്കാം. എബോവ് 50 ആണെങ്കിൽ 5 ടൈംസ് 6 ടൈംസ്, ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻഷുറൻസ്. ഇൻഷുറൻസ് കമ്പനി ടു കമ്പനി പോളിസി മാറും. അതായത് ഒരു വ്യക്തിയുടെ എന്താണോ ആ കമ്പനി ബെയർ ചെയ്യുന്ന കോസ്റ്റ്, അദ്ദേഹത്തിൻ്റെ വരുമാനമാണല്ലോ ആ എംപ്ലോയിയുടെ, ആ വരുമാനത്തിൻ്റെ 20 ടൈംസ്, 10 ടൈംസ്, 5 ടൈംസ് പോലത്തെ രീതിയിൽ നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും.